സഹൃദരായ സുഹൃത്തുക്കളെ, ഫ്ലോറൻസ് നൈറ്റിംഗേലിനെ പോലെ രോഗികളുടെ നൊമ്പരങ്ങളിലേക്ക് സാന്ത്വനത്തിൻ്റെ പ്രകാശം പരത്തുന്ന ആതുര സേവാ ശുശ്രൂഷകർക്ക് സ്നേഹപൂർവ്വ സ്വാഗതം. മാതൃജ്യോതിസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഭൂമിയിലെ മാലാഖമാർ. holyfamilyparish.in. 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 ഡോക്ടർ ഇവിടെ ഇല്ലേ? എക്സ്ക്യൂസ് മീ, ഡോക്ടർ ഇവിടെ ഇല്ലേ? ഇല്ല, ഡോക്ടർ എത്തിയിട്ടില്ല. ഉടനെത്തും. എന്തു പറ്റി? മുഖം വല്ലാതെ വിളറിയിരിക്കുന്നല്ലോ. നല്ല ക്ഷീണമുണ്ടെങ്കിൽ അകത്തു വന്ന് കിടക്കാം. ഒന്നും വേണ്ട സിസ്റ്ററെ, ഇവൾക്ക് 2 ദിവസമായ ഒരു ക്ഷീണം, അത്രയേ ഉള്ളൂ. അതിപ്പോൾ ഡോക്ടറെ കണ്ടു കഴിയുമ്പോൾ മാറിക്കിട്ടും. ഹായ് രാജു, വന്നിട്ട് അധികം സമയമായോ? ഹേയ്, ഇല്ല ഡോക്ടർ, ഇപ്പോൾ വന്നതേ ഉള്ളൂ. നിങ്ങളുടെ തീരുമാനം എന്തായി? എന്റെ തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ല. പക്ഷേ ഇവൾ ഇപ്പോഴും പഴയതുപോലെ തന്നെയാ. ഇന്ന് എന്തായാലും 2-1 അറിഞ്ഞിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ. ഡോക്ടർ, നിങ്ങളെങ്കിലും എന്നെ സഹായിക്കുമെന്ന് ഞാൻ കരുതി. പക്ഷേ ഒരു മനുഷ്യജീവന്റെ വിലയും മഹത്വവും മറ്റാരെക്കാളും നന്നായിട്ട് ഒരു ഡോക്ടർക്കറിയാം. എന്നിട്ടും സോഫി, ഇപ്പോൾ നീ ഒരു യെസ് പറഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും ഇവിടം കൊണ്ട് അവസാനിക്കും. ഇല്ല ഡോക്ടർ, എന്ത് നേരിടാൻ ഞാൻ തയ്യാറാണ്. ഈ ഒരു കാര്യത്തിൽ എന്നെ നിർബന്ധിക്കരുത്. സോഫി, നിന്റെ തീരുമാനം നോ എന്നാണെങ്കിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം ഇന്നിവിടെ അവസാനിക്കും. യെസ് എന്നാണെങ്കിൽ നമ്മൾ ഒരുമിച്ചാകും ഇവിടെ നിന്ന് പോവുക. പ്ലീസ് രാജു, എന്നെ നിങ്ങൾ ആരെന്താ മനസ്സിലാക്കാത്തത്? നിന്റെ അവസ്ഥ ശരിക്കും മനസ്സിലാക്കി തന്നെയാ ഞങ്ങൾ ഇതുവരെ സംസാരിച്ചത്. സോഫി, രാജുവിനൊപ്പം ജീവിക്കാൻ വീട്ടുകാരെയും നാട്ടുകാരെയും ഉപേക്ഷിച്ചല്ലേ സോഫി ഈ അന്യനാട്ടിൽ വന്നത്. രാജുവും സോഫിയെ വിട്ടുപോയാൽ സോഫി ശരിക്കും ഒറ്റപ്പെട്ടു പോകും. അതുകൊണ്ടാണ് ഞാൻ സോഫിയെ നിർബന്ധിക്കുന്നത്. വേണ്ട ഡോക്ടർ, ഇനി അവളെ നിർബന്ധിക്കേണ്ട. ഇതോടുകൂടി എല്ലാം അവസാനിച്ചു. ഇനി എന്തു ചെയ്യണമെന്ന് എനിക്കറിയാം. രാജു, നീ മണ്ടത്തരമൊന്നും കാണിക്കല്ലേ. രണ്ടുപേരും ഒന്നും കൂടി ആലോചിക്കേ. എന്താണ് അവരുടെ പ്രശ്നം? ഓ, സീരിയസ് പ്രശ്നങ്ങളൊന്നുമല്ല. പിന്നെ എന്തിനാ വേർപിരിയുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിച്ചതേ? ഗീത, ഇവിടത്തെ കാര്യം മാത്രം നോക്കിയാൽ മതി. എന്തിനാ ആവശ്യമില്ലാത്തതൊക്കെ അന്വേഷിക്കുന്നത്? ക്ഷമിക്കണം ഡോക്ടറെ, ഞാനും ഒരു പെണ്ണല്ലേ. പെണ്ണുങ്ങൾക്കല്ലേ പെണ്ണുങ്ങളെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോഫി 2 മാസം ഗർഭിണിയാണ്. ഒരു കുഞ്ഞിനെ ഒഴിവാക്കുന്ന കാര്യത്തെ പറ്റിയാണ് ഞങ്ങൾ സംസാരിച്ചത്. ഡോക്ടർ എന്താണ് ഈ പറയുന്നത്? കുഞ്ഞിനെ ഒഴിവാക്കാനോ? ഒരു കുഞ്ഞിനെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ കൊല്ലാൻ ഡോക്ടർക്ക് എങ്ങനെ മനസ്സ് വരുന്നു? മനുഷ്യജീവന് ഒരു വിലയും അങ്ങ് കൊടുക്കുന്നില്ലേ?
ന്യൂ ജനറേഷന് ഇതൊക്കെ ഒരു ഫാഷനല്ലേ? ഒരു പുഷ്പം മുറിച്ച് കളയുന്ന പോലെ അങ്ങ് ചെയ്യാനല്ലേ ഉള്ളൂ ഇതൊക്കെ. ഡോക്ടർ, നിങ്ങൾ ഇത്രയും ഒരു ക്രൂരനായ മനുഷ്യനാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഞാൻ വരില്ലായിരുന്നു. എനിക്കിത് ഒരു തെറ്റായി തോന്നിയിട്ടില്ല. ഞാൻ ആശുപത്രി ഇട്ടിരിക്കുന്നത് ഇതിനാണ്. എനിക്ക് വേണ്ടത് പണമാണ്. ഭൂമിയെ കറക്കുന്നത് പണമാണെന്നല്ലേ സംഗീതജ്ഞനായ കാറൽ മാക്സ് പോലും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു മനുഷ്യ ജീവനേക്കാൾ HolyFamilyParish.in നിങ്ങൾക്ക് വലുത് പണമാണല്ലേ? അതെ, എനിക്ക് വലുത് പണം തന്നെയാ. ലക്ഷങ്ങൾ മുടക്കി ഞാൻ ഈ പണി പഠിച്ചത് നാട്ടുകാർക്ക് മുഴുവൻ ഫ്രീ സർവീസ് ചെയ്യാനല്ല. പണം മുടക്കിയിട്ടുണ്ടെങ്കിൽ അത് മുതലാക്കാനും എനിക്കറിയാം. ഡോക്ടർ, നിങ്ങൾ പഠിച്ച പണി നിങ്ങൾ ദുരുപയോഗം ചെയ്യുകയാണ്. ദൈവത്തിനു മുൻപിൽ നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടി വരും. ആഹാ, ഒരാൾ ഒരു സഹായം ചോദിച്ച് എൻ്റെ അടുത്ത് വരുമ്പോൾ അത് ചെയ്തു കൊടുത്തില്ലെങ്കിലല്ലേ ഞാൻ തെറ്റുകാരനാകുന്നത്? കുറച്ചു മുമ്പ് വന്ന ആ പെൺകുട്ടി നിങ്ങളുടെ മുൻപിൽ നിന്നും കരഞ്ഞതല്ലേ? എന്നിട്ട് നിങ്ങൾ അവരോട് കുഞ്ഞിനെ കൊല്ലരുതെന്നൊരു വാക്കുപോലും പറഞ്ഞില്ല. HolyFamilyParish.in ആ കുഞ്ഞിനെ നശിപ്പിക്കേണ്ടെന്ന് ഞാൻ എന്തിനു പറയണം? രാജു എനിക്ക് നല്ലൊരു തുക തരാമെന്ന് ഓഫർ ചെയ്തിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ HolyFamilyParish.in സിസ്റ്റർ ഇടപെടണമെന്നില്ല. ഇല്ല ഡോക്ടർ, നിങ്ങളുടെ ഒരു കാര്യത്തിലും ഞാൻ ഇടപെടാൻ വരുന്നില്ല. ഇന്നിവിടെ വെച്ചു ഞാൻ എൻ്റെ ജോലി അവസാനിപ്പിക്കുകയാണ്. നമ്മളൊക്കെ ഭൂമിയിലെ മാലാഖമാരായാണ് പാവപ്പെട്ട ജനങ്ങൾ കാണുന്നത്. അവരുടെ മുൻപിൽ ഭൂമിയിലെ ചെകുത്താന്മാരായി നമ്മൾ ഒരിക്കലും മാറരുത്. HolyFamilyParish.in ഇവിടെ ആരുമില്ലേ? ഹലോ, ഇവിടെ ആരുമില്ലേ? എന്നെ സോഫിക്ക് മനസ്സിലായോ? മനസ്സിലായി. ആശുപത്രിയിലുണ്ടായിരുന്ന നേഴ്സ് ഗീതയല്ലേ? അതന്ന്. ഇപ്പോൾ ഞാൻ നേഴ്സല്ല, ഞാനെൻ്റെ ജോലി ഉപേക്ഷിച്ചു. അയ്യോ, അതെന്ത് പറ്റി? അവിടെ ഡോക്ടറുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? ഏയ്, ഒന്നുമില്ല. ഒരു നേഴ്സ് എന്ന നിലയിൽ ആത്മസംതൃപ്തിയോടെ അവിടെ ജോലി ചെയ്യാൻ സാധിക്കാത്തതിൽ ഉപേക്ഷിച്ചു എന്ന് മാത്രം. അതൊക്കെ പോട്ടെ. ഞാൻ വന്നത് സോഫി ഒന്ന് കാണാനാ. എന്നെ കാണാനോ? നിങ്ങൾ അവിടെ നിന്ന് പോയി കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞപ്പോഴാണ് നിങ്ങൾ എന്തിനാണ് വന്നതെന്ന് ഞാൻ അറിയുന്നത്. നമ്മൾ സ്ത്രീകൾ ചില കാര്യങ്ങളിലൊക്കെ നിസ്സഹായരാണ്. വീട്ടുകാരെയും നാട്ടുകാരെയും പിണക്കിയാണ് ഞാൻ രാജുവിൻ്റെ കൂടെ പോകുന്നത്. രാജുവും കൂടി എന്നെ ഉപേക്ഷിക്കുമെന്നൊരു സ്ഥിതി വന്നപ്പോൾ ഞാൻ ശരിക്കും തളർന്നുപോയി. ആ ഡോക്ടറെങ്കിലും എന്നെ സഹായിക്കുമെന്ന് കരുതി. പക്ഷേ ഈ ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് രാജുവിനോടൊപ്പമുള്ള ജീവിതമാണെന്നാണ് ഞാൻ കരുതിയത്. ഇന്നത് ഒരു നരകമാ. ഒരു കാരണവശാലും ആ കുഞ്ഞിനെ നശിപ്പിക്കാൻ സോഫി സമ്മതിക്കരുത്. ഈ കുഞ്ഞിനും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട്. എനിക്കറിയാം ഗീത, പക്ഷെ രാജു ഈ കുഞ്ഞിന്റെ പേരിൽ എന്നോട് മിണ്ടിയിട്ട് ദിവസങ്ങളായി. ഞാൻ ഈ വീട്ടിൽ കിടന്ന് നരകിക്കുകയാണ്. HolyFamilyParish.in രാജു, ഇത് ഗീത. അറിയാം. ഗീത എന്താ ഇവിടെ? ഇന്ന് ഹോസ്പിറ്റൽ അവധിയാണോ? HolyFamilyParish.in ഏയ്, അവധിയൊന്നുമല്ല. ഞാൻ അവിടുത്തെ ജോലി ഉപേക്ഷിച്ചു. എന്താ, ഡോക്ടറുമായി എന്തെങ്കിലും പ്രശ്നം? ആളൊരു നല്ല മനുഷ്യനാണല്ലോ. ഡോക്ടർ നിങ്ങളെപ്പോലുള്ളവർക്ക് നല്ല മനുഷ്യനായിരിക്കാം, പക്ഷേ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എത്രയോ കുഞ്ഞുങ്ങളുടെ ജീവനാണ് അയാൾ നശിപ്പിച്ചു കളഞ്ഞത്. നിങ്ങളും അതിനു വേണ്ടിയല്ലേ അവിടെ പോയത്? ഗീത ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടേണ്ട. അത് ഞങ്ങളുടെ കുടുംബകാര്യമാണ്. ഈ ഒരു കാര്യത്തിൽ എനിക്കിടപെടാതിരിക്കാൻ പറ്റില്ല. HolyFamilyParish.in ഞാനും ഒരു സ്ത്രീയാണ്. എൻ്റെ ഉദരത്തിലും ഒരു കുഞ്ഞ് വളരുന്നുണ്ട്. ആ കുഞ്ഞിനെ പോലെ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം രാജുവിൻ്റെ കുഞ്ഞിനുമുണ്ട്. ഒരു കുഞ്ഞ് എപ്പോൾ വേണം വേണ്ട എന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചു കൊള്ളാം. നിങ്ങൾ ഇതിൽ ഇടപെടണമെന്നില്ല.
രാജു, എനിക്ക് കുഞ്ഞിനെ വേണം. അതിനെ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇത് ദൈവം നമുക്ക് തന്ന ദാനമാണ്. അത് നീ മാത്രം അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? രാജു, ഈ ഭൂമിയിൽ പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞും ദൈവം നൽകുന്ന സമ്മാനമാണ്. ഒരു കുഞ്ഞാണ് ആ വീടിന്റെ ഐശ്വര്യം. രാജുവിനെ അച്ഛ എന്ന് വിളിക്കാൻ ഈ കുട്ടിയെ അനുവദിച്ചുകൂടെ? holyfamilyparish.in. ഈ കുഞ്ഞ് ദൈവം വച്ച് നീട്ടിയ സമ്മാനമാണ്. അത് പുറംകാലുകൊണ്ട് തട്ടിയെറിഞ്ഞ് ദൈവകോപം വരുത്തി വെക്കരുത്. holyfamilyparish.in. ഭൂമിയിലുള്ള ഓരോ ഡോക്ടറും ഓരോ നേഴ്സും ഭൂമിയിലെ മാലാഖമാരായി മാറേണ്ടവരാണ്. പക്ഷേ രാജുവിനെ പോലെയുള്ളവരാണ് അവരെയൊക്കെ പണം നൽകി മയക്കി ഭൂമിയിലെ ചെകുത്താന്മാരാക്കി മാറ്റുന്നത്. ഇല്ല, ഇനി ഞാനായിട്ട് ഒരു മാലാഖയെയും ചെകുത്താനാക്കില്ല. എല്ലാ പ്രശ്നങ്ങളും holyfamilyparish.in. ഇന്നിവിടെ അവസാനിക്കുകയാണ്. ദൈവം ഞങ്ങൾക്ക് സമ്മാനമായി നൽകുന്ന ഈ കുഞ്ഞ് ഈ വീട്ടുമുറ്റത്ത് തന്നെ ഓടിക്കളിക്കും. ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ഈ കൊച്ചു വീടായിരിക്കും. അതിലെ മാലാഖയായിരിക്കും ഞങ്ങളുടെ ഈ കുഞ്ഞ്. ഓരോ മനുഷ്യജീവനും ദൈവത്തിൻ്റെ ദാനമാണ്. ഈ ജീവൻ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്തം ദൈവം നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്നു. ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യർക്കും ജീവന്റെ വിലയെക്കുറിച്ചും മഹത്വത്തെക്കുറിച്ചും മനസ്സിലാക്കിക്കൊടുത്ത് ജീവന്റെ സംരക്ഷകരാകുന്ന ഭൂമിയിലെ കാവൽ മാലാഖമാരാണ് ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്നവർ. മാലാഖമാരുടെ നിറമുള്ള ഉടുവസ്ത്രത്തിൽ കാരുണ്യ സ്പർശനമായി എത്തുന്ന നിങ്ങൾ ആശ്വാസത്തിൻ്റെ ട്രിപ്പിടുന്ന നിമിഷങ്ങളിൽ എങ്ങനെ ദൈവത്തിൻ്റെ ശാന്തിദായക മുഖം ഓർമ്മിപ്പിക്കാതിരിക്കും? ഭൂമിയിലെ മാലാഖമാരെ, നിങ്ങൾക്ക് 1000 അഭിനന്ദനങ്ങൾ. holyfamilyparish.in.